നേരെ രാവിലെ 2 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നേരെ നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മൊബൈലും ബാക്കി പേഴ്സും സ്മാർട്ട് വാച്ച് അങ്ങനെ സാധനങ്ങളൊന്നും നമുക്ക് അകത്ത് കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ മൊബൈലും ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ റൂം വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി അമ്പലത്തിൽ പോയി തൊഴുത് തിരിച്ച് വന്നിട്ട് കാണാം. പോയി തൊഴുത്, പക്ഷേ അപ്പം മൊബൈലൊന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് അമ്പലത്തിനകത്ത് മൊബൈൽ ബാക്കി പറഞ്ഞ പോലെ ഒന്നും സാധനം കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ക്ലോക്ക് റൂമിൽ കൊണ്ട് വെക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ മറ്റേ നമ്മുടെ റൂമിൽ തന്നെ വെച്ചിട്ടാണ്. അതെ, പോയി ഒരു തവണ തൊഴുത് പൈസയൊക്കെ വാങ്ങിച്ച് നമ്മൾ റൂമിൽ വെച്ചിട്ടുണ്ട്. മമ്മിയൂർ ഇവിടെ വന്നു കഴിഞ്ഞാൽ മമ്മിയൂർ പോകണമെന്നാണല്ലോ, അവിടെ കൂടെ പോയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു റൗണ്ട് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാം. എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനം ഇഷ്ടംപോലെ ഉണ്ടാവല്ലോ, അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പോയാലോ? അതിന് മുന്നേ നമ്മുടെ കുറവിലാണെങ്കിൽ ഒരു ഗസ്റ്റ് ഹൗസ് ആണ്. ഇത് അവിടെയാണെങ്കിൽ നല്ല വലിയൊരു ആനയും എന്തോ ഒരു രൂപമൊക്കെ വെച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുവഴി കയറിയാലോ? ഭയങ്കര മഴ, രക്ഷയില്ലെന്ന മഴ. നമ്മളിവിടെ പെട്ടിരിക്കുക, എല്ലാവരും അതിനകത്ത് കയറിക്കോ. നല്ല തിരക്കാണ്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഉദയാസ്തമന പൂജ നടക്കുന്ന ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ദർശനം ഭയങ്കര ലേറ്റ് ആവും അല്ലേ? ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതെ. ഇന്ന് കല്യാണമൊക്കെ ഉള്ള ദിവസമാണ്, അതുകൊണ്ട് തന്നെ ഒരു തിരക്കുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ ഷൂട്ടിങ്ങിലൊക്കെ കണ്ടിട്ടില്ലേ, അവിടെയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഞാനേ കണ്ടുള്ളൂ. ഇപ്പോൾ ദർശനത്തിനുള്ള ക്യൂ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് ഇറക്കി വിടത്തുള്ളേ. അവൻ്റെ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട് രണ്ട് സൈഡിലും. ഇവിടെ വിശറി വെച്ചേക്കുന്നുണ്ട്, നല്ല രസമുണ്ട് അല്ലേ? നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെയൊക്കെ ഇന്ന് എന്തൊക്കെയോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 10-11 മണിയായി കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അടുത്തൊരു അടിപൊളി സ്ഥലത്തോട്ട് പോകാം. അതെ, അതിന് മുമ്പ് വേറെ എന്തെങ്കിലും കൊണ്ടു നോക്കാം. നമ്മുടെ KSRTC ബസ് സ്റ്റേഷൻ, ഗുരുവായൂർ KSRTC ബസ് സ്റ്റേഷൻ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ. ആ കിടക്കുന്ന വണ്ടി ഉണ്ടോ? നമ്മളെ വണ്ടിയാണ് ഗൈസ്, കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മളിതേ ഇവിടെ റൂമിൽ എത്തിയിട്ടുണ്ട്. റൂം എടുക്കാനൊന്നും പ്ലാൻ ഇല്ലായിരുന്നു, പെട്ടെന്ന് പോകാൻ. അതെ, റൂമൊക്കെ അടിപൊളി കേട്ടോ. 1250 രൂപയാണ്. എന്നാലും അത്യാവശ്യം ഡബിൾ ബെഡുണ്ട്, 2 അലമാരയുണ്ട്, ഒരു TV ഉണ്ട്, പിന്നെ ഒരു ഡ്രസ്സിങ് ടേബിൾ പോലെ സാധനമുണ്ട്. പിന്നെ ടോയ്ലറ്റൊക്കെ ക്ലീനാണ്, അത്യാവശ്യം എല്ലാം ഉണ്ട്. കൊള്ളാം. അപ്പം എന്തേ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്യുകയാണ്. ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകല്ലേ? അടുത്ത എവിടെയാ? ഒരു സ്പെഷ്യൽ സ്ഥലമാണ്. അതെ, വാ. ഓക്കെ, അപ്പം നമ്മുടെ കാറ് മൊത്തം ചെളി പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ലഗേജൊക്കെ അതിനകത്ത് വെക്കാം. ലഗേജായിട്ടൊന്നും ഇല്ല, 1-2 സാധനങ്ങൾ.